ഇടുക്കിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. നല്ലതണ്ണി കല്ലാർ സ്വദേശി ഷൈനിക്കാണ് പരിക്കേറ്റത്. ജോലിക്ക് പോകുന്നതിനിടയിലാണ് കാട്ടാന ആക്രമിച്ചത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഷൈനിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിനാൽ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ മൂന്നാർ നല്ലതണ്ണി കല്ലാർ ഫാക്ടറി ഡിവിഷനിലെ ഷൈനി എന്ന തൊഴിലാളിക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത്. ഇവർ ജോലിക്കായി പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാനാക്രമണം ഉണ്ടായത്. ഷൈനിയായിരുന്നു ഏറ്റവും മുൻപിൽ പോയിരുന്നത്. പിന്നാടി പ്രവേശിച്ച ബാക്കി തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഷൈനി പോകവേ തന്നെ ഈ തൊഴിലാളികൾ എവിടുന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നു. ആന റോഡിൽ നിൽപ്പുണ്ടത്. പക്ഷേ ഇത് ഷൈനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്നാൽ ഷൈനി തുടർന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുന്നത്. തുടർന്ന് ഷൈനി തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുകയാണ്. കാട്ടാന തുമ്പിക്കൈകൊണ്ട് തട്ടി ഷൈനിയെ താഴെയിട്ടത്. ഏതായാലും ഷൈനിയുടെ മുഖത്തിനും മൂക്കിനുമായി സാരമായ പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഷൈനിക്ക് മുഖത്തും മൂക്കിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഷൈനി ഇപ്പോൾ മൂന്നാർ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികളാണ് പിന്നീട് പെട്ടെന്ന് തന്നെ ഈ പരിക്കേറ്റ ഷൈനിയെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. രാവിലെ ഈ തോട്ടം മേഖലയ്ക്ക് പോകുന്നതിനിടെ ഇത്തരത്തിൽ ആന നിൽക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഈ തൊഴിലാളികൾ ആവർത്തിച്ച് പറഞ്ഞത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപം കാട്ടാന ശല്യം രൂക്ഷമാണ്. ഈ കാട്ടാനകൾ പലപ്പോഴും കല്ലാർ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ചിലപ്പോൾ റോഡിൽ വരെ നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ മേഖലയിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ മൂന്നാർ ടൗണിൽ നിന്നും കല്ലാർ എസ്റ്റേറ്റിലേക്കോ പോകുന്ന ആളുകൾക്ക് ഇത് വലിയ ദുരിതമാണ് സമ്മാനിക്കുക. കാരണം പലപ്പോഴും റോഡിൽ നിലയുറപ്പിക്കുന്ന ആന ആക്രമണത്തിന് മുതിരുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു ആക്രമണ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഈ ആന പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ തൊഴിലാളിക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഏതായാലും ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ തുരത്തണമെന്നുള്ള ഒരു ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. എന്നാൽ അതിനുള്ള ഒരു കൃത്യമായ ഒരു ഈ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ലെന്നുള്ള വലിയ ആരോപണം തന്നെയാണ് ഈ ആളുകൾ ഉന്നയിക്കുന്നതാണ്. ശരി ബിനീഷ്, മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. നല്ലതണ്ണി കല്ലാർ സ്വദേശി ഷൈനിക്കാണ് പരിക്കേറ്റത്. ജോലിക്ക് പോകുന്നതിനിടയിലാണ് കാട്ടാന ആക്രമിച്ചത്.